നമ്മുടെ ബഹുമാന്യനായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വീട്ടിലായിരിക്കുകയാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാനും നോക്കിയിരുന്നു. നല്ല കാര്യങ്ങളാണെന്നൊക്കെ തോന്നി കണ്ടപ്പോൾ. ഓരോ ഫയൽ വിളിപ്പിക്കുന്നു. കാരണം കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ ആർക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തേക്കുന്നു, അത് ഇതിനൊക്കെ ഉള്ള ശരിയായ റെക്കോർഡില്ല. എത്ര കെട്ടിടങ്ങളുണ്ടെന്ന് പോലും അവിടെ കണക്ക് ശരിയായിട്ടില്ല. അതിനൊക്കെ ഒരു നടപടി, അതിൻ്റെ ഫയലുകളൊക്കെ ഒളിപ്പിച്ച് പരിശോധിക്കാനൊക്കെ ഉള്ളത്. അത് ആ ഒരു ആർജവം കാണിച്ചപ്പോൾ ഞാനും വിചാരിച്ചു കൊള്ളാമല്ലോ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി. പക്ഷേ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഒരു കുഴി ചെന്ന് ചാടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ എനിക്ക് വളരെ അടുത്തറിയാം. നല്ലൊരു ബന്ധം ഗണേഷ് കുമാറിൻ്റെ ഫാദറും ഞാനുമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാദറും വളരെ അടുപ്പക്കാരായിരുന്നു. പിന്നെ ശ്രീ ഗണേഷ് കുമാറുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കഴിവിനെക്കുറിച്ചും എനിക്കറിയാം. അപ്പോൾ ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCക്ക് കുറേ ഇലക്ട്രിക് വെഹിക്കിളുകളുണ്ട്. ഏതാണ്ട് കോർപ്പറേഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അലോട്ട് ചെയ്ത പണം ഉപയോഗിച്ച് വാങ്ങിയ 113 ബസ്സുകളുണ്ട്. ഈ ചെറിയ ബസ്സുകളാണ്. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊടുത്തേക്കുന്നത് ശ്രീ വി രാജേഷ് പറഞ്ഞത് ശരിയാണ്, സിറ്റിയിൽ പൊല്യൂഷൻ കുറയ്ക്കുക. കാരണം ഇതിന് പൊല്യൂഷൻ ഫ്രീ ആണല്ലോ. ഇല്ല, അതേപോലെ സിറ്റിയിൽ ഉള്ള ആളുകൾക്ക് അവരുടെ സൗകര്യാർത്ഥം അവർക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അർബൻ ഏരിയ എന്ന് നമുക്ക് പറയാം, അതിലേക്ക് മാത്രം ഉള്ളതാണ്. പക്ഷെ സബർബൻ ഏരിയയിലേക്ക് ഇത് ഉപയോഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്തുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിനകത്ത് ഒരു കണ്ടീഷൻ, അർബൻ ഏരിയയിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം, അതായത് ഓഫീസ് ടൈം ഒക്കെ ആണല്ലോ അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്, ആ സമയം കാരണം സിറ്റി ബസ്സാണ്, ആ രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം സബർബൻ ഏരിയയിലേക്കും ഇത് ഓടിക്കാം, കുഴപ്പമില്ല. അവർക്കും കൂടെ സൗകര്യം, മനുഷ്യരിലെ ട്രാവൽ ചെയ്യുന്ന ബസ്സിനകത്ത്. അത് ശ്രീ വി രാജേഷ് മനസ്സിലാക്കിയില്ല. മനുഷ്യർക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധനമാണല്ലോ ഇത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് അവർക്കുണ്ട് എല്ലാത്തിനും. കാരണം അവിടെ എംപാനൽ ചെയ്ത ഡ്രൈവറായാലും കണ്ടക്ടറായാലും അവർക്ക് എപ്പോഴും ഡ്യൂട്ടിക്ക് ആളെ കിട്ടും ഒന്ന്. പിന്നെ KSRTCക്ക് ഈ വർക്ക്ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ അതുപോലെ തന്നെ ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് യാർഡുകളുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു ഈ വണ്ടികളൊക്കെ ഇപ്പോൾ, അതായത് നമ്മുടെ മേയർ പറഞ്ഞു ഈ വണ്ടികളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഓടിക്കുന്നു, അതൊക്കെ നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കോർപ്പറേഷൻ അവകാശപ്പെട്ടാണ് ഈ ബസ്സുകളൊക്കെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗണേഷ് കുമാർ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ എന്താ വളരെ നല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ വളരെ റീസണബിളായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ബസ് ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ ബസ് ഇതേപോലെ ഈ റൂട്ടിലേക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഏതായാലും അതിന് ആകെപ്പാടെ ഉണ്ടാകുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് ഒരു 32 മുതൽ 34% വരെയുള്ള പ്രോഫിറ്റേ കിട്ടുള്ളൂ. പക്ഷേ ഈ ബസ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ 42% പ്രോഫിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു ഇതിന് പകരം ഡീസൽ ഉപയോഗിച്ചുള്ള ചെറിയ ബസ്സുകൾ, മിനി ബസ്സുകൾ ഓടിച്ചാൽ 50 രൂപ കഴിഞ്ഞ് ഉള്ള ലാഭം കിട്ടും, 50% കൂടുതൽ ലാഭം കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ബസ്സിന്, ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സിന് 1 കോടി രൂപ വില വരും. അതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഈ ബാറ്ററി, ആ ബാറ്ററിക്ക് 28 ലക്ഷം രൂപ വില വരും. അപ്പോൾ ഈ 113 ബസ്സുകൾ ഇപ്പോൾ കോർപ്പറേഷൻ വാങ്ങിച്ചു, ഇതുവരെ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ ഉപയോഗിച്ച് പോയതിനൊന്നും പറയാൻ നോക്കില്ല. ഇന്നലെ കരയണമെന്ന് നമുക്ക് പറയാൻ നോക്കും, ചോദിക്കുമ്പോഴെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നേ കരയാൻ ഒക്കത്തുള്ളൂ, ഇന്ന് മുതലേ നമുക്ക് കരയാൻ പറ്റും, ഇന്നലെ കരയണം ആയിരുന്നെന്ന് പറയുന്നുണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇതുവരെ ഓടിച്ചു പോയി അവർ. കാര്യം ശരിയാണ്, സർക്കാരിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. KSRTC എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനമാണ്, നമ്മുടെ പബ്ലിക്കിൻ്റെ വകയാണ്. അപ്പോൾ അത് ആ വാഹനം ഉപയോഗിച്ച് ഓടിച്ചു കഴിഞ്ഞു. അതൊക്കെ ഏതാണ്ട് 5 വർഷം ആവാൻ പോകുന്നു. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പലതിൻ്റെയും ബാറ്ററി മാറേണ്ടതായിട്ട് വരും. ഒരെണ്ണത്തിൻ്റെ ബാറ്ററി മാറണമെങ്കിൽ 28 ലക്ഷം രൂപ ചിലവാക്കണം.
അപ്പോൾ ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഈ ബസ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ന്യൂസിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. ഇതൊന്ന് എൻ്റെ അടുത്ത് ഒന്ന് നേരിട്ട് വിളിച്ച് ചോദിക്കാമായിരുന്നു. ഫോണിൽ അത് ചോദിച്ചില്ല. ഫോണിൽ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. ശരിയാണ്, അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കത്തില്ല. അപ്പോൾ ഫോൺ എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു എഴുതി അയച്ചാൽ മതി, ഒരു ലെറ്റർ അയച്ചാൽ മതി. എപ്പോൾ കിട്ടിയാലും ശരി ഈ ബസ് തിരിച്ചു കൊടുത്തേക്കാം. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ഈ ബസ് 113 ബസ്സുകൾ കൊണ്ടിടാനുള്ള സ്ഥലം അവർ അന്വേഷിച്ചോണം. ഞങ്ങളുടെ KSRTCയുടെ പ്രമിസസിൽ ഇതിടാൻ പറ്റത്തില്ല, സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിന് വർക്ക്ഷോപ്പ്, അത് KSRTCയുടെ വർക്ക്ഷോപ്പ് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൽ ജീവനക്കാർ, അതും KSRTCയുടെ ജീവനക്കാരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ബാക്കി ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ കോർപ്പറേഷൻ ഉണ്ടാക്കി ചെയ്തോട്ടെ. അതിനു വേണ്ടി ശ്രീ VV രാജേഷ് വിചാരിച്ചാൽ 24 മണിക്കൂർ വർക്ക് ചെയ്താലും അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പം വരുംവരാഴികളെക്കുറിച്ച് ആലോചിക്കാതാണ് ഓരോ എടുത്തിയാട്ടങ്ങൾ ഓരോരുത്തരും ചാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ശ്രീ ശിവൻകുട്ടി വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇത് പുത്തനച്ച് പെരപ്പുറം തോക്കുക എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ പറഞ്ഞതിന് വല്ല വ്യത്യാസമുണ്ടോ? ഈ എടുത്തിയാടി ഇങ്ങനെ തീരുമാനം ഇതിൻ്റെ വരുംവരാഴിയെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് കാര്യമുണ്ട്? ഇത് മാത്രമോ? ഇത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഗണേഷ് കുമാർ. അദ്ദേഹം പറഞ്ഞു, ഈ 113 ബസ്സുകൾ ഞാൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 150 ബസ്സുകൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇറക്കും. അപ്പോൾ പിന്നെ ഈ ബസ്സുകൾ ഓടിച്ചാൽ ഇതിന് ആളെ കിട്ടണ്ടേ? അതിനകത്ത് ഓടിക്കാൻ അതിന് പെർമിറ്റ് വേണം, ആളെ കിട്ടണം, ഇതൊക്കെ വേണമല്ലോ. ഇതുമെല്ലാം വാങ്ങിച്ചും KSRTCക്ക് പെർമിറ്റുണ്ട്. KSRTCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. റൂട്ടിൻ്റെ പെർമിഷനൊന്നും അവർക്ക് വേണ്ട. KSRTCയെ എക്സെപ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അവരിത് ഓടിക്കുമ്പോൾ KSRTC ഇതേപോലെ 150 ബസ്സുകൾ 113 അല്ല, ഞങ്ങൾ 150 ഇറക്കും, ചിലപ്പോൾ അതിലും കൂടുതൽ ഇറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറക്കാൻ പറ്റും. അങ്ങനെ ഇച്ഛാശക്തിയുള്ളൊരു മനുഷ്യനാണ് ശ്രീ ഗണേഷ് കുമാർ. അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടും. ഈ കോർപ്പറേഷൻ എന്ത് ചെയ്യും? ബസ് കൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കും. ഇത് എവിടെ കൊണ്ടിടും? ഇത് വിൽക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് ആരും വാങ്ങിക്കത്തില്ല. ഇതൊരു എടുക്കാച്ചരക്കായിട്ട് മാറും. അതുപോലെ അത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ പോരായിരുന്നു. ഇതിനകത്ത് കയറി തലയിടേണ്ട കാര്യമുണ്ടോ? ബാക്കി ചെയ്യാൻ ഒക്കുന്ന കാര്യം ചെയ്യുക. അപ്പോൾ ഒരു കോർപ്പറേഷൻ മേയർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാം. നമുക്ക് പല അഴിമതികൾ നടക്കുന്നു, അതെല്ലാം അമർച്ച ചെയ്യാം. ധൂർത്തുകൾ എല്ലാം പല ഭാഗങ്ങളിൽ വെന്യൂവിലുള്ളത് അതൊക്കെ അവസാനിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം. ഈ കെട്ടിടങ്ങൾ, അതായത് സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ്റെ വക കെട്ടിടങ്ങൾ എവിടെയൊക്കെ കിടപ്പുണ്ടോ അത് മുഴുവൻ പരിശോധിച്ച് റെഡിയാക്കി എടുത്ത് അനധികൃതമായിട്ട് അതിനകത്ത് കൈവശം വെച്ചേക്കുന്നവരെയൊക്കെ അതിൽ നിന്ന് എടുത്ത് വെളികളയാം. എന്നിട്ട് കെട്ടിടം തിരിച്ചെടുക്കാം. അത് ചെയ്യാം. പിന്നെ വാടക, ഇപ്പോൾ പലർക്കും തോന്നിവാസം പോലെ ഈ അതിനകത്ത് റിഡക്ഷൻ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാം. അതൊക്കെ ചെയ്ത് കോർപ്പറേഷൻ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെയുള്ള പണികൾ കോർപ്പറേഷന് ചെയ്യാം. പിന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സ്കൂളുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലും കവിഞ്ഞിട്ട് ഇതിൽ കയറി പിടിക്കാൻ പോയത് വളരെ മോശമായി പോയി. അത് വളരെ ബുദ്ധിശൂന്യതയാണ് ആ പറഞ്ഞത്. അവിടെ ഈ ശ്രീ ഗണേഷ് കുമാർ 100% ശരിയുമാണ് ഈ കാര്യത്തിൽ. അത് ആളറിഞ്ഞേ കളിക്കാൻ പോകാവൂ. എല്ലായിടത്തും കയറി കളിക്കരുത്. അത് തിരിച്ചറിയണം.